ശങ്കരൻ പോയതോടെ ആ പുകസർപ്പം മാധവനിലേക്ക് തിരിഞ്ഞു. അത് അവൻ്റെ ശരീരത്തിൽ ഒരാവരണം പോലെ ചുറ്റിപ്പിണഞ്ഞു. മാധവൻ്റെ ഓരോ എല്ലും പൊട്ടുന്ന ശബ്ദം ഗുഹയിൽ കേൾക്കാം. അവൻ്റെ പുറകിൽ നിന്ന് രണ്ട് ഭീമാകാരമായ സ്വർണ്ണച്ചിറകുകൾ മാംസം കീറി പുറത്തേക്ക് വന്നു. അവൻ്റെ നഖങ്ങൾ നീളുന്നു. തൊലിപ്പുറം വജ്രം പോലെ ഉറപ്പുള്ള ചെതുമ്പലുകളായി മാറി. വളരെ വേദനയോടെ മാധവൻ പറഞ്ഞു, അമ്മു, എന്നെ ഒന്ന് കൊന്നു തരുമോ? ഈ വേദന എനിക്ക് താങ്ങാനാവുന്നില്ല. ഞാൻ മനുഷ്യനല്ലാതായി മാറുകയാണ്. മാധവൻ പെട്ടെന്ന് അലറാൻ തുടങ്ങി. ആ അലർച്ചയ്ക്ക് ശേഷം അവിടമാകെ ശാന്തമായി. ഗുഹയിലെ കരിങ്കൽ ചുവരുകൾ ഇപ്പോൾ മാധവൻ്റെ ഹൃദയമിടിപ്പ് പ്രതിധ്വനിക്കുകയാണ്. അതൊരു മനുഷ്യൻ്റേതല്ല, മറിച്ച് വിശക്കുന്ന ഒരു സർപ്പത്തിൻ്റേതാണ്. അമ്മു ഇരുട്ടിൽ ചുറ്റും നോക്കി. മാധവനെ കാണാനില്ല. പെട്ടെന്ന് ഗുഹയുടെ മുകളിൽ നിന്നൊരു സീൽക്കാരം കേൾക്കുന്നു. മാധവൻ ഗുഹയുടെ മേൽക്കൂരയിലൂടെ ഒരു പാമ്പിനെ പോലെ അതിവേഗം ഇഴയുന്നത് മിന്നായം പോലെ കാണാം. അമ്മു പറഞ്ഞു, മാധവ, നീ എവിടെയാണ്? എൻ്റെ മുന്നിലേക്ക് വരൂ, എല്ലാ സത്യങ്ങളും ഞാൻ പറയാം. നാഗരൂപം സ്വീകരിച്ച മാധവൻ വളരെ അനുസരണയോടെ അമ്മുവിൻ്റെ മുന്നിലെത്തി. അവൻ്റെ ശരീരത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇലമ്പാലയിലെ കാവിൽ നൂറ്റാണ്ടുകളായി തടവിലാക്കപ്പെട്ട നാഗത്തന്മാരുടെ പകയാണ്. അവൻ അമ്മുവിനെ നോക്കുന്നത് ഒരു സുഹൃത്തായല്ല, മറിച്ച് ഒരു ദൈവത്തെ പോലെയാണ്. അമ്മു തൻ്റെ കയ്യിലുള്ള ഒരു പഴയ ലോഹദണ്ഡിലടിക്കുന്നു. ആ ശബ്ദം ഗുഹയിലാകെ മുഴങ്ങുന്നു. മാധവൻ തൻ്റെ അവസാന മനുഷ്യശക്തിയും നശിച്ച് അവളുടെ മുന്നിൽ തല തല്ലി നിലത്ത് വീഴുന്നു. അമ്മു പറയുന്നു, നിന്റെ ഉള്ളിലെ സർപ്പത്തെയല്ല, നിന്റെ ഉള്ളിലെ നീതിയെയാണ് എനിക്ക് വേണ്ടത്. ഈ ഗുഹ ഇന്ന് നിന്റെ ശവപ്പറമ്പല്ല, നിന്റെ സിംഹാസനമാണ്. ഗുഹയുടെ ഭിത്തികൾ സാവധാനം മാറുന്നു. അവിടെ ഒരു തിരശീല രൂപപ്പെടുന്നു. മാധവൻ്റെ പൂർവികർ ചെയ്ത ക്രൂരതകൾ ചിത്രങ്ങളായി തെളിയുന്നു. മാധവൻ്റെ മുത്തച്ഛൻ നാഗമാണിക്യം മോഷ്ടിച്ചതും നാഗങ്ങളെ ചുട്ടുകൊന്നതും അതിൽ നിന്ന് കാണാൻ മാധവന് സാധിച്ചു. മുത്തച്ഛൻ്റെ പുനർജന്മമായ മാധവന് താൻ ചെയ്തതിൽ പശ്ചാത്താപം തോന്നി. ഗുഹയ്ക്കുള്ളിലെ മഞ്ഞ് പതുക്കെ മാറാൻ തുടങ്ങി. അമ്മു മാധവൻ്റെ അടുത്തേക്ക് സാവധാനം നടക്കുന്നു. അവൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും ചുറ്റും നാഗങ്ങൾ വലം വയ്ക്കുന്നു. അവളുടെ മുടി സ്വർണ്ണ സർപ്പങ്ങളായി ഇഴയുന്നു. കണ്ണുകൾ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നു. കുട്ടിക്കാലം തൊട്ടേ മാധവൻ കണ്ട ഈ അമ്മു നിന്റെ സുഹൃത്തല്ല, ശങ്കരൻ്റെ ഇരയുമല്ല. അല്ല മാധവ, ഞാൻ ഈ കാവിൻ്റെ ജീവനാണ്. യുഗങ്ങൾക്ക് മുൻപ് നിന്റെ മുത്തച്ഛൻ എൻ്റെ മാറിൽ നിന്ന് അപഹരിച്ച ആ നാഗമാണിക്യം തിരികെ വയ്ക്കാൻ നിന്റെ വംശത്തിലെ അവസാനത്തുള്ള രക്തത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഈ വനത്തിൻ്റെ ഉടമയായ സർപ്പയക്ഷിയാണ് ഞാൻ. അമ്മുവിൻ്റെ രൂപം ഇപ്പോൾ വിശ്വരൂപം പോലെ ഭീകരവും സുന്ദരവുമാണ്. അവൾ മാധവൻ്റെ നെറ്റിയിൽ തൊടുമ്പോൾ അവൻ്റെ വേദന ശമിക്കുന്നു. സർപ്പയക്ഷി മാധവന് നാഗമാണിക്യത്തിലേക്ക് എത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. മാധവൻ്റെ മുത്തശ്ശൻ മോഷ്ടിച്ച ആ നാഗമാണിക്യം ഗുഹയുടെ മധ്യത്തിലെ അഗതി പീഠത്തിനുള്ളിലെ രഹസ്യ അറയിലായിരുന്നു മുത്തശ്ശൻ്റെ സന്തത സഹചാരി കൂടിയായ ശങ്കരൻ ഒളിച്ചു വച്ചിരുന്നത്. പക്ഷേ സർപ്പയക്ഷിയുടെ ശാപം മൂലം അവർക്ക് പിന്നീട് അത് എടുക്കാൻ കഴിഞ്ഞില്ല. ഭയങ്കരമായ രൂപമാറ്റം സംഭവിച്ച മാധവൻ തൻ്റെ ഉള്ളിലെ അവസാനത്തെ മനുഷ്യത്വത്തിൻ്റെ കണവും ബലി കൊടുത്തുകൊണ്ട് ആ മാണിക്യം വീണ്ടെടുത്തു. സുവർണ സർപ്പമായ മാധവൻ തൻ്റെ ചിറകുകൾ വിടർത്തി വായുവിൽ ഉയർന്നു പൊങ്ങുകയും സർപ്പയക്ഷിയുടെ കിരീടത്തിലെ ശൂന്യമായ ഭാഗത്തേക്ക് ആ മാണിക്യം ചേർത്ത് വയ്ക്കുകയും ചെയ്തു. ആ നിമിഷം ശാപത്തിൻ്റെ കാഠിന്യം കുറയുകയും ഗുഹയാകെ ദിവ്യമായ വെളിച്ചത്താൽ നിറയുകയും ചെയ്തു. സ്വന്തം രക്തത്തിലൂടെയും ആത്മാഹൂതിയിലൂടെയും തൻ്റെ വംശം വരുത്തിവെച്ച ശാപം മാധവൻ അങ്ങനെ വീട്ടി. മാധവൻ തൻ്റെ പുതിയ രൂപത്തെ തിരിച്ചറിയുന്നു. അവനിനി മനുഷ്യരുടെ ലോകത്തേക്ക് മടങ്ങാനാവില്ല. നിന്റെ വംശത്തിൻ്റെ ശാപം ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ നീ ഈ കാവിനോട് കടപ്പെട്ടിരിക്കുന്നു. നീയും ഞാനും ഇനി ഈ ലോകത്തിൻ്റെ കാവൽക്കാരാണ്. മനുഷ്യരുടെ അത്യാഗ്രഹം ഈ മണ്ണിൽ ഇനി തൊടില്ല, സർപ്പയക്ഷി അവനോട് പറഞ്ഞു. മാധവൻ ആ കറുത്ത തടാകത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നു. അവൻ സർപ്പയക്ഷിയുടെ മുന്നിൽ തല കുനിക്കുന്നു. അവർ രണ്ടുപേരും ചേർന്ന് ഗുഹയുടെ മധ്യത്തിലുള്ള ആ കൂറ്റൻ ശിലാസ്തംഭത്തിൻ്റെ ഭാഗമായി മാറുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഇലമ്പാലയിലെ തറവാട് ഇന്ന് കാട് വിഴുങ്ങിയ ഒരു പ്രേതാലയമാണ്. എന്നാൽ അവിടുത്തെ കാവ് മുമ്പത്തേക്കാൾ ശക്തമാണ്. ഇന്നും അമാവാസി രാത്രികൾ ഇലമ്പാലയിലെ കാവിൽ നിന്ന് ചിറകടി ഒച്ചകളും ഒരു സ്ത്രീയുടെ ചിരിയും കേൾക്കാം. അത് മാധവനും അമ്മുവുമാണെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്.
അവർ ആ മണ്ണിലെ അവസാനത്തെ കാവൽക്കാരാണ്. മനുഷ്യർ ആ കാവിൻ്റെ അടുത്തേക്ക് പോകാൻ ഇന്നും ഭയപ്പെടുന്നു. കാരണം അവിടെ വസിക്കുന്നത് വെറുമൊരു പാമ്പല്ല, മറിച്ച് മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ദൈവമാണ്.